ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചായൻ്റെ കടിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ തലശ്ശേരിക്കാർക്കെല്ലാം എന്താ പറയുക, തലശ്ശേരിക്കാരുടെ വികാരമാണ് ഈ പഴം നിറച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് ഓയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ മുഴുവനോടെ ഇട്ടിട്ട് എന്താ പറയുക, ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പണ്ട റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ RKG ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും വറുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഈ പണ്ടം വറുക്കുന്നതിനെ കുറിച്ച് ഞാൻ എൻ്റെ ഉന്നക്കായിൻ്റെ ആ ഒരു റെസിപ്പി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആൾ മുട്ട മാത്രം, ചില ആൾക്കാർ തേങ്ങ മാത്രമായിരിക്കും, ചില ആൾക്കാർ രണ്ടും മിക്സ് ആക്കും. അപ്പോൾ ഞാനിതിൽ തേങ്ങയും അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും, നല്ല മധുരം വേണം, അതും ഇട്ടിട്ട് ആ തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കൂലേ. എന്നിട്ട് എന്താ പറയുക, ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഈ പണ്ടത്തിനെ കുറിച്ചും എൻ്റെ മദറിനും എൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. ഇപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് വിളഞ്ഞ പഞ്ചസാര എല്ലാം ഒന്ന് മെൽട്ടായി മിക്സായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് മുട്ട ഒന്നിങ്ങനെ എന്താ പറയുക, സ്ക്രാമ്പിൾ ചെയ്ത് തേങ്ങൻ്റെ കൂടെ മിക്സ് ആക്കാം. ആ മുട്ടക്കും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്നെല്ലാം ഇളക്കി മിക്സ് ആക്കിയിട്ട് എന്താ പറയുക, എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. അങ്ങനെ നമ്മുടെ പഴം നിറച്ചിൻ്റെ പണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കോരി മാറ്റി അതിൻ്റെ ഓയിലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്നിങ്ങനെ ഇതേപോലെ നടുക്കൊന്ന് കീറി കൊടുക്കുക. ഫുള്ളായിട്ടല്ല, ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് ഉള്ളിലേക്ക് നമ്മുടെ പണ്ടം വെച്ച് കൊടുക്കും. നിറയെ വെക്കണം. ഇപ്പോൾ ചില ആൾക്കാർ ഇതിൽ പണ്ടം വെച്ചതിന് ശേഷം ഒരു മൈദയിലെല്ലാം മുക്കിയിട്ടെല്ലാം പൊരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ആക്കുന്നവരുണ്ട്. പിന്നെ കട്ട് ചെയ്തിട്ട് എന്താ പറയുക, നേരെ ഹാഫാക്കിയിട്ട് അതിലും വെക്കാം, മുഴുവനോടെയും വെക്കാം. അതെല്ലാം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് പണ്ടം വെച്ചതിന് ശേഷം മൈദ കൊണ്ട് ഒട്ടിച്ചിട്ട് പൊരിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതിങ്ങനെയെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതിലേക്ക് പണ്ടം വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല, നല്ല മധുരം ഉണ്ട് ആവശ്യത്തിന് പണ്ടെല്ലാം. അപ്പോൾ ഇത് നല്ല അടിപൊളി പഴം നിറച്ച് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചായൻ്റെ കടിയായത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.